അപ്പോൾ ഇന്ന് ലോഞ്ച് ചെയ്ത മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞ കാറ് ചെക്കൗട്ട് കാറല്ല SUV ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ എടപ്പള്ളിയിലുള്ള നെക്സ ഷോറൂമിൽ പോയുണ്ടായി. ഇത് നേരിട്ട് ഇൻ ഫ്ലഷ് കാണാനായിട്ട് നല്ല പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഭയങ്കര റോഡ് പ്രസൻസ് ഉള്ള ഒരു SUV ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മാരുതിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഇത്രയും പ്രീമിയം ആയിട്ടുള്ള കാർ ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിൻ്റെ പ്രൈസും ഭയങ്കര കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് ആണ്. 10.5 lakhs ആണ് ex-showroom പ്രൈസ് ത്രൂ ഔട്ട് ഇന്ത്യ വരുന്നത്. അതും ആ ഒരു ബേസ് മോഡലിൽ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും റോഡ് പ്രസൻസും ലുക്കും എല്ലാം ഉള്ള ഒരു വാല്യൂ ഫോർ മണി ഓഫറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് കാർസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഒരു സമയത്ത് ക്രേറ്റ ആയിരുന്നു ഇന്ത്യയിൽ വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് കാർസ്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥാനം ഈസി ആയിട്ട് പിടിച്ചു പറ്റും. ഇത് റൈവലിൽ നിന്ന് ഇത് കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ക്രേറ്റ ആയിട്ടും സെൽട്ടോസ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കാർസിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫറിങ്സ് ആണ്. പിന്നെ ഇന്ത്യക്കാർക്ക് അറിയാമല്ലോ മാരുതി സുസുക്കിയുടെ സർവീസ് കോസ്റ്റ് കുറവാണ്. പിന്നെ അതുപോലെ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇതാണ്. സർവീസ് നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ ഇന്ത്യക്കാർക്ക് ഓൾറെഡി മാരുതിയുടെ കാർസിലേക്ക് ഒരുപാട് ട്രസ്റ്റ് ഫാക്ടർ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ മാരുതി കാർസ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ അതുപോലെ മാരുതിയുടെ പോപ്പുലർ ആയിട്ടുള്ള കാർസ് എല്ലാം ഇപ്പോൾ വാഗണാറൊക്കെ ഉപയോഗിക്കുന്നവർ ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുമ്പോൾ എന്തായാലും അവരുടെ ഇതുവരെയുള്ള മാരുതി ആയിട്ടുള്ളൊരു ടൈപ്പും ആ ഒരു എക്സ്പീരിയൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലരും ഈ ഒരു ഓപ്ഷൻ എടുക്കാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് കാർസ് ഇൻ ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ കാറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോയിൽ ഞാനൊരു ഗിവ് അവേ ചെയ്യുന്നുണ്ട്. 2 കിട്ടുന്ന സാധനങ്ങളാണ് ഗിവ് അവേ ആയിട്ട് നോക്കുന്നത്. ഒന്ന് ബോട്ടിൻ്റെ TWS ഹെഡ്സെറ്റാണ്. ബോട്ട് 141 എന്ന് പറഞ്ഞ എയർ ഡോപ്സ് ഫുള്ളി TWS ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റാണ് എൻ്റെ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ നോയ്സിൻ്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. കളർ ഫിറ്റ് പൾസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ നോയ്സിൻ്റെ ഫുള്ളി കേപ്പബിൾ ആയിട്ടുള്ള സാധാരണ കളിപ്പീരൊന്നുമല്ല നല്ല കിട്ടുന്ന സ്മാർട്ട് വാച്ചാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പേരും ഫോൺ നമ്പറും അങ്ങനത്തെ മിനിമം ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്താൽ മതി. ഇതിൻ്റെ ഗിവ് അവേ October 30th വരെ ആക്റ്റീവ് ആയിരിക്കും. October 30th വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. വിന്നേഴ്സിന് ഈ ചാനലിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾ നേരിട്ട് വിളിച്ചും പറയുന്നതായിരിക്കും. അപ്പോൾ ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ആ ഫോമിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഒരു ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ചും പിന്നെ അതുകൂടാതെ ബോട്ടിൻ്റെ നോയ്സിൻ്റെ സ്മാർട്ട് വാച്ചും അതുപോലെ ബോട്ടിൻ്റെ TWS ഹെഡ്സെറ്റുമാണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു ആക്ച്വൽ ഒരു SUV ആണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നത് വെച്ചാൽ കുറേ SUV, മൈക്രോ SUV, മിനി SUV എന്നൊക്കെ പറഞ്ഞ പേരിൽ ഒരുപാട് കാർസ് ഇപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ ഏകദേശം വരുന്നുണ്ട്. കംഫർട്ട് വൈസ് അത് എന്തുകൊണ്ട് നല്ല കാർസ് തന്നെയാണ്. പക്ഷേ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് ഒക്കെ ഉണ്ടോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു SUVയുടെ കേപ്പബിലിറ്റീസ് ഈ പറഞ്ഞ കാറിന് ഒന്നും ഇല്ലതാനും. പക്ഷേ ഈ പറയുന്ന ഗ്രാൻഡ് വിറ്റാര 4 വീൽ ഡ്രൈവ് ഓപ്ഷനും അത് മാനുവൽ വേർഷൻ 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ വരെ വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ SUV ആണെന്ന് പറയാനായിട്ട് ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 2600 mm വീൽ ബേസും 210 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു 17 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഈ 17 ഇഞ്ച് വീൽസ് എല്ലാ വേരിയൻസിലും ഒരുപോലെ വരുന്നത്. ചെറിയ വേരിയൻറ്റിൽ കുറഞ്ഞ വേരിയൻറ്റിൽ ചെറിയ വീലും അതുപോലെ വലിയ വേരിയൻറ്റും ഡിഫറൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഇത് തുറന്നാൽ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയറാണ്. ഇതിൻ്റെ അകത്തൊരു സോഫ്റ്റ് ടച്ച് ഫിനിഷ് ഒരു ലെതർ ലൈക്ക് ഫിനിഷൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഈ പറയുന്ന സെഗ്മെൻറ്റിൽ കാറിനുള്ള എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. വളരെ വലിയ ഡോർ പോക്കറ്റ്സും വരുന്നുണ്ട്. പിന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഔട്ട്ലൈനൊക്കെ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന AC വെൻറ്റും അതുപോലെ തന്നെ ആ ഒരു ലെതർ സോഫ്റ്റ് ടച്ച് ലെതറിൻ്റെ ആ ഒരു സ്ട്രിപ്പ് ത്രൂ ഔട്ട് ഡാഷ്ബോർഡ് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സാധാരണ ഈ പറയുന്ന സിറ്റ വേരിയൻറ്റിൽ കാണുന്നത് മാനുവൽ സ്പീഡോമീറ്ററാണ്. അതിൻ്റെ കൂടാതെ ഒരു MID ഡിസ്പ്ലേ സെൻറ്ററിലുണ്ട്. ഇത് പ്രീമിയം വേർഷൻസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മുകളിലത്തെ വേർഷൻസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൻറ്റർ കൺസോളിൽ 360-degree ക്യാമറ എല്ലാം കിട്ടും. അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ വളരെ ഒരു പ്രീമിയം ലുക്ക് തരുന്നൊരു ഡാഷ്ബോർഡാണ് ഇതിൻ്റെ അത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന സിറ്റ വേരിയൻറ്റിൽ വയർലെസ് ചാർജിങ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതും ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ തരുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഡിസ്പ്ലേ. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ബാക്കിയുള്ള AC വെൻസും ബാക്കിയുള്ള ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ആ കാണുന്നത് AC വെൻ്റാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാനധികം ബട്ടണാന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി അത് AC വെൻ്റാണ്. പിന്നെ അതിൻ്റെ അപ്പും
ആൻഡ് ഡൗൺ ചെയ്യാനായിട്ട് ഇതുപോലത്തെ നോബ് പോലത്തെ അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഫെദർ ടച്ച് പോലത്തെ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. താഴത്ത് ഈ വേരിയൻറ്റിൻ്റെ മൊബൈൽ ചാർജിങ് ഇല്ല, ഒരു 12 വോൾട്ടിൻ്റെ കണക്ടറും പിന്നെ ഒരു USB പോർട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ യൂട്ടിലിറ്റി വൈസ് സാധാരണ എല്ലാ കാസിലും കാണുന്നുണ്ട്. പിന്നെ ഇതുപോലെ 2 കബി ഹോൾസും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രീമിയം എൻറ്റയർലി പ്രീമിയം ആയിട്ടുള്ളൊരു ഫിനിഷാണ് വരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു എൻജിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷീറ്റ് മെറ്റലൊക്കെ. സാധാരണ നമുക്കറിയാം മാരുതി കാസിന് ഈ റീസെൻ്റ്ലി ഇറങ്ങിയ ഇപ്പോൾ ബലേനോ ആണെങ്കിലും കഴിഞ്ഞ ജനറേഷൻ ബലേനോ ഒക്കെ എല്ലാം ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് കുറവാണെന്നും ക്രാഷ് ചെയ്യുമ്പോൾ ഇതിന് ക്രംബിൾ സോൺ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇടിച്ച് പപ്പടം പോലെ പോകുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ചീത്തപ്പേരുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇത് മാറ്റാനായിട്ട് തന്നെ ഇതിൻ്റെ ഷീറ്റ് മെറ്റലൊക്കെ ഭയങ്കര ഹെവിയാണ്. ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ്സ് ചില സെഗ്മെൻറ്റ്സിലൊക്കെ 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ സെയിൽസ്മാൻ പറഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്തുവിട്ടില്ല. അപ്പോൾ ഇൻ ടേംസ് ഓഫ് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് എത്രത്തോളം ഇത് ടാറ്റയുടെയൊക്കെ കമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. പക്ഷേ എന്നൊരു സെയിൽസ്മാൻ കാണിച്ചെന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോണറ്റ് എന്നോട് തന്നെത്താൻ തുറക്കാൻ പറഞ്ഞു, അത് ഓപ്പൺ ചെയ്തിട്ട്. ഈ ബോണറ്റ് തന്നെ എക്സ്ട്രീംലി ഹെവിയാണ്. ഇതുവരെ ഒരു മാരുതി കാറിന് ഇത്ര ഹെവി ആയിട്ടുള്ള ബോണറ്റ് ഉണ്ടല്ലോ, അത്ര ഹെവി ആയിട്ടുള്ളൊരു ബോണറ്റാണ്. അതുകൊണ്ട് തന്നെ ആ സേഫ്റ്റിയുടെ ഷീറ്റ് മെറ്റൽസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡി ഷീറ്റ് മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ബേ ഒക്കെ പിന്നെ അത് നോർമൽ 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ് ഉള്ളത്. ഇതൊരു സ്ട്രോങ് ഹൈബ്രിഡ് അല്ല. പക്ഷേ ഇതിൻ്റെ അത് ഒരുപാട് സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇത് വളരെ ഒതുങ്ങിയൊരു ചെറിയൊരു എഞ്ചിനായിട്ട് എനിക്ക് തോന്നിയത്. ഇത്ര വലിയൊരു SUV സൈസുള്ള വണ്ടിയാണെങ്കിലും ഇതിൻ്റെ ഡീസൽ വേർഷൻ ഇല്ല, ഇതിൽ പെട്രോൾ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ആ പെട്രോൾ മാനുവൽ 1.5 ലിറ്ററിൻ്റെ സാധാരണ എഞ്ചിൻ വരുന്നുണ്ട്. അതുകൂടാതെ ഒരു ഹൈബ്രിഡ് വേർഷനും വരുന്നുണ്ട്. ഒരു 53 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടറുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ആ ഒരു ഹൈബ്രിഡിനാണ് ഈ പറയുന്ന 27 km/ലിറ്റർ മൈലേജ് കിട്ടുന്നത്. ഇതിന് ഏകദേശം മേ ബി ഒരു ഓൺ റോഡ് ബിറ്റ്വീൻ ഒരു 16 to 20 ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അത് മൈലേജ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റും വളരെ സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ അത് വരുന്ന ഈ സീറ്റ വേരിയൻറ്റിൽ വരുന്ന തേർഡ് വേരിയൻറ്റിൽ വരുന്ന ഫാബ്രിക് സീറ്റ്സ് ആണ്. താഴെ ഇതുപോലെ നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. അതുകൂടാതെ 2 USB പോർട്ട്സും വരുന്നുണ്ട്. പിന്നെ ഒരു മാഗസിൻ ഹോൾഡറൊക്കെ വരുന്നുണ്ട്. സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ ആംറെസ്റ്റും വരുന്നുണ്ട്. അതിൻ്റെ അത് 2 കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്. അപ്പോൾ സ്പേസ് വൈസ് ഞാനത് കയറി നോക്കുമ്പോൾ കാല് നേരെ നീട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. സാധാരണ ഈ വരുന്ന ക്ലാസ്സിൽ വരുന്ന ക്രേറ്റനേക്കാളും ഉള്ളിൽ നല്ലൊരു സ്പേസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് എല്ലാ സീറ്റ്സിലും കൊടുത്തിട്ടുണ്ടെന്നുള്ള എല്ലാ ഡോസിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു ഓണറിന് ഒരു ഭയങ്കര ഒരു പ്രീമിയം ഫീൽ എന്തായാലും കിട്ടും. പിന്നെ ബാക്ക് സീറ്റ് എക്സ്ട്രീംലി വൈഡാണ്. 3 പേർക്ക് എങ്ങനെയായാലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒട്ടും ക്രാംഡ് അല്ലാതെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന ഒരു ബാക്ക് സീറ്റാണ് ഇതിൻ്റെ അത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അണ്ടർ സൈസ് സപ്പോർട്ടും സർപ്രൈസിംഗ്ലി നല്ലതാണ്. ബൂട്ട് സ്പേസ് ആണ് 373 ലിറ്റേഴ്സിൻ്റെ മാസീവ് ബൂട്ട് സ്പേസ് ആണ്. ഇനി ഇതിൻ്റെ ഹൈബ്രിഡ് വേർഷനിൽ കുറച്ചും കൂടി കുറയും, കാരണം അതിൻ്റെ ബാറ്ററി പാക്ക് അതിൻ്റെ അകത്ത് വരുന്നതിൻ്റെ അകത്ത് കുറച്ച് സ്പേസ് കുറയുന്നതായിരിക്കും. പിന്നെ ബാക്കിൽ ഗ്രാൻഡ് വിറ്റാറ എന്ന് പറഞ്ഞ വലിയ ലോഗോ ഉണ്ട്. അതിൻ്റെ ഇൻഡിക്കേറ്റർ ഒരു വെർട്ടിക്കൽ ഇൻഡിക്കേറ്റർ കൊടുത്തിരുന്നത്. അതിൻ്റെ ടെയിൽ ലൈറ്റും കൈൻഡ് ഓഫ് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലൊക്കെ കാണുന്ന പോലെ ഒരു പുറത്തൊക്കെ കാണുന്ന കാർ പോലെ തരത്തിലുള്ള ഒരു ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഒബ്വിയസ്ലി സെൽട്ടോസും അതുപോലെ ഹെക്ടറും പോലത്തെ കാർസൊക്കെ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഡിസൈൻ വൈസ് ഏറ്റവും മുന്നിൽ വയ്ക്കുമ്പോൾ അതിനായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടി വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈൻസ്, ഒരു പ്രീമിയം കാസിൽ കാണുന്ന ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനും എല്ലാ വേർഷനിലും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ ഇതിൻ്റെ ടിൻഡഡ് ഗ്ലാസ് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ച് വേറെ അഡീഷണൽ ഒരു ഫിലിം ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. വളരെ മൈൽഡ് ടിൻഡഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. പക്ഷേ അകത്തിരുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടിൻഡ് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്നാൽ പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടിൻഡുള്ളതാണ്, അകത്തേക്ക് അത്ര വിസിബിലിറ്റി കാര്യമായിട്ട് വരെയില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ എഞ്ചിൻ ഞാൻ നേരത്തെ ഒരു നോർമൽ എഞ്ചിൻ വരുന്നത് ബ്രസയിലും XL6 വരുന്ന സെയിം എഞ്ചിനാണ്. അതുകൂടാതെ എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാലും ഒരു മെയിൻ ഹൈബ്രിഡ് കാറിൻ്റെ ഓപ്ഷനാണ്. അതിപ്പോൾ ഒരു 40-45 കിലോമീറ്റർ വരെ ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടറായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇത് പെട്രോൾ എഞ്ചിനിലേക്ക് സ്വിച്ച് ചെയ്യും. ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷനിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക് മോട്ടറിൽ റൺ ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഈ പറയുന്ന പെട്രോൾ ഇൻ്റർണൽ കമ്പഷൻ എഞ്ചിൻ വെച്ചും റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ടോർക്ക് വരുന്നത് 59 കിലോ വാട്ടിൻ്റെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ടോർക്ക് വരുന്നത് 141 Nm ഓഫ് ടോർക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പെട്രോൾ എഞ്ചിനായിട്ട് തന്നെ അതിനേക്കാളും കുറച്ചും കൂടി ടോർക്കി ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടർ അതിനകത്ത് വരുന്നത്. അപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട. ഇതിപ്പോൾ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള K15 എഞ്ചിനായതുകൊണ്ട് ഈവൻ നമ്മളുടെ പുതിയതായിട്ട് ഇറങ്ങിയ ഓൾട്ടോ K10 പോലും അതിൻ്റെ പവർ തന്നെ കണ്ടിട്ട് 1 ലിറ്റർ എഞ്ചിൻ്റെ പവർ തന്നെയാണ് ആളുകൾ ഞെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 1.5 ലിറ്ററിൻ്റെ K15 സീരീസിൻ്റെ എഞ്ചിനായതുകൊണ്ട്
പവറിൻ്റെ കാര്യത്തിൽ നിന്ന് ഒട്ടും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഇതിൻ്റെ 1.5 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്നത് CVT ആണ്, കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനാണ് വരുന്നത്. അതല്ലാണ്ട് എല്ലാം സാധാരണ 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനിൽ വരുന്നത് ടോർക്ക് കൺവേർട്ടറാണ്, CVT അല്ല. അപ്പോൾ അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 10 ഡിഫറെൻറ്റ് വേരിയൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഇപ്പം നിങ്ങൾ കണ്ടിട്ടിരിക്കുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് റേഞ്ച് 13.5 lakhs ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള എല്ലാ ആക്സസറീസും കൂട്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് എനിക്കൊരു കുറവായിട്ടൊരു ടോപ്പ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിട്ടുള്ളത് പാനറോമിക് സൺറൂഫ് ഇല്ല, റൂഫ് റെയിൽസ് ഇല്ല, അങ്ങനെ കുറച്ച് ലക്ഷറി അഡീഷണൽ ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ബയറിനെ പോലെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന കാർ തന്നെ ധാരാളമാണ്. കാരണം ഇതിൻ്റെ അത് ഒരുമാതിരിപ്പെട്ട അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ 2 വേരിയൻസ് വരുന്നുണ്ട്. ഒരു സിംഗിൾ കളർ മോണോട്ടോൺ വേരിയൻറ്റിന് വരുന്ന പ്രൈസിംഗ് ആണ് ഇപ്പോൾ സ്ക്രീൻ കാണാവുന്ന. ആ പറയുന്ന സാധാരണ മാരുതി നെക്സ കാർസിൽ കാണാവുന്ന 4 വേരിയൻസും ഉണ്ട്. സിഗ്മ, ഡെൽറ്റ, സീറ്റ പ്ലസ്, ആൽഫ പ്ലസ്. 4 വേരിയൻ്റ് അകത്ത് സീറ്റയിലും ആൽഫയിലും പ്ലസ് വേരിയൻസും ഉള്ള തരത്തിലാണ് വരുന്നത്. ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ 10,45,000 റുപ്പീസാണ് അതിൻ്റെ ex-showroom പ്രൈസ് വരുന്നത്. പിന്നെ ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. ഡ്യുവൽ ടോൺ വരുന്നത് ആൽഫ പ്ലസും ആൽഫയിലും മാത്രമേ ഉള്ളൂ. ഏറ്റവും ടോപ്പ് വേരിയൻസിലാണ് ഡ്യുവൽ ടോൺ വരുന്നത്. മുകളിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളർ ഓപ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ പ്രൈസ് ഏകദേശം 15 lakhs ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് സ്മാർട്ട് ഹൈബ്രിഡും വരുന്നുണ്ട്. പിന്നെ ഇൻ്റലിജൻ്റ് ഇലക്ട്രിക് ഹൈബ്രിഡ് CVT, അതാണ് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഈ പറഞ്ഞ 27 km/ലിറ്റർ മൈലേജ് വരുന്ന ഇലക്ട്രിക് മോട്ടറും പ്ലസ് ഒരു എഞ്ചിനും കൂടിയുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം 18 lakh റുപ്പീസാണ് ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ഒരു ഓൺ റോഡ് അല്ല, ex-showroom പ്രൈസ്. അപ്പോൾ ഓൺ റോഡ് ഏകദേശം ഒരു മേബി ഒരു 21 lakhsോളം വരുന്നതായിരിക്കും. അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ ഭയങ്കര അഗ്രസീവായിട്ടാണ് മാരുതി പ്രാവശ്യം രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഈ കാറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പോസ്റ്റ് ചെയ്യുക. ഞാൻ വിതിൻ 24 hours റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ താഴെയുള്ള ഫോമിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫോമിൻ്റെ അകത്ത് വേറൊരു ചാനലിൻ്റെ അഡ്രസ്സ് ഉണ്ട്, അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഗിവ് അവേ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. October 30th വരെ ഗിവ് അവേ ഓപ്ഷൻ ആക്റ്റീവ് ആയിരിക്കും. October 30th അനൗൺസ് ചെയ്യുന്നത്. വിന്നേഴ്സിന് ചാനലിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾ നേരിട്ട് വിളിച്ചു അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.